ഈ പാമ്പൊക്കെ കയറിയിരിക്കാൻ്റെ അകത്ത്. ഞങ്ങൾക്ക് ജീവിക്കണ ചേട്ടന്മാരെ ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഞങ്ങളുടെ പോലത്തെ കുട്ടികള് അസുഖം വന്നിട്ട് മരിച്ചും പോകും. ഹലോ സീഡി ബ്ലോസൊക്കെ എല്ലാവർക്കും സഹരം. ഇന്ന് പെനാഥപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോണത്. ഇന്ന് എന്റെ സ്കൂളിന്റെ ഫസ്റ്റ് ഡേ ആണ്. എന്നെ പോലത്തെ കുറെ കുട്ടികൾ സ്കൂളിൽ പോണ വരികയാണിത്. കണ്ട നല്ല ഭംഗിയില്ലേ ഈ സ്ഥലം കാണാൻ? ഇത് കണ്ടോ, ഒരു സൈഡ് നല്ല പുറയുണ്ട്. ഇതൊക്കെ ഇപ്പത്തെ നല്ലൊരു പാടമുണ്ട്. ഞാൻ കാണിച്ചട്ടെ. ഇനി എല്ലാരും അങ്ങോട്ട് നോക്കിയേ. ഇവിടെ മൊത്തം വേസ്റ്റ് ഇട്ടിട്ട് തീറ്റയാക്കി വെച്ചേക്കുന്നതാ. കണ്ട, ഇത് എല്ലാവരും വേസ്റ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് അപകടത്തിലാകുന്ന കുട്ടികളാണ്. നമുക്ക് കുറെ അസുഖം വന്നിട്ട് കടുപ്പാവും. ഇവിടെ മാത്രമല്ല, ആ സ്കൂളിൽ പോലെ വരിയിലും വേസ്റ്റ് നിറച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാകണേന്ന് അറിയാമോ? നമ്മളെ പോലത്തെ കുട്ടികള് അസുഖം വന്നിട്ട് മരിച്ചും പോകും. എന്തോരം കൊതുകളാ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാ. ഈ നടക്കുന്ന വരിയിൽ എന്തിനാ ചേട്ടന്മാരെ വേസ്റ്റ് ഇടുന്നത്? ഇതുണ്ടാ, റോഡിന്റെ രണ്ട് സൈഡിനും നിറച്ച് വേസ്റ്റ് ആണ്. ചാക്കിലൊക്കെയാണ് ഇവിടെ കൊണ്ടുവിട്ടേക്കുന്നത്. എന്നെ പോലത്തെ കുറെ കുട്ടികള് പഠിക്കാൻ പോണ ഈ വരി കൂടിയല്ലേ. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇടാമോ? ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? എല്ലാവരും സ്ഥലമുണ്ട് കൊണ്ട് കളയാൻ. അതെന്താ അത് നോക്കിയേ, ഇവിടെ കുറെ വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് ആണ് നമുക്ക് എന്തോരം അസുഖം വരീന അറിയോ? എന്തോരം പൈസയാണ് നമ്മൾ ആശുപത്രി കൊണ്ടു കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ കഷ്ടപ്പെടുക്കല്ലേ നിങ്ങള് കാരണമാണ് എല്ലാ കുട്ടികളും ആശുപത്രി കിടക്കുക. ഇത്രേ ഭംഗിയല്ലെന്നാണ് നമ്മളെ നശിപ്പിക്കില്ലേട്ടാ. ആരും ദേഷ്യപ്പെടുത്താൻ പറഞ്ഞല്ലാട്ടാ. ഞങ്ങൾക്ക് ജീവിക്കണ ചേട്ടന്മാരെ. ഇനി ആരും ഇവിടെ ഒന്നും വേസ്റ്റ് ഇടല്ലേട്ടാ. ഇതേപോലത്തെ വേസ്റ്റ് നമ്മളെ പോലത്തെ കുട്ടികളുടെ മേത്ത് വേസ്റ്റ് ആകൂലേ? അപ്പോഴാണ് ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കൈയും കാലും കരകാൻ തോന്നുന്നത്. അപ്പൊ എന്താ പറ്റ, നമ്മളെ കുട്ടികള് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അപകടം പറ്റും. അപ്പൊ എല്ലാത്തരം കാര്യങ്ങളും നിങ്ങളാണ്. ദൈവത്തെ കുറിച്ച് ഇങ്ങനൊന്നും കാണിക്കല്. ഇനി കുട്ടികളിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ സ്കൂളിൽ വരുമ്പോ ഇതേപോലത്തെ പട്ടികള് റോട്ടിൽ കിടക്കണുണ്ടാകും. നമ്മള് കുട്ടികള് കല്ലെടുത്തെറിയാൻ കഴിഞ്ഞാൽ അന്ന് നല്ല കടി കിട്ടി കഴിഞ്ഞാൽ അറിയാലോ, കുറെ ഇൻജക്ഷൻ എടുക്കേണ്ടി വരും. അപ്പൊ ആരും ആവശ്യമില്ലാത്ത പണിക്ക് ഇരിക്കണ്ട. സ്കൂളിൽ പോകുമ്പോ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കില്ലേട്ടാ. അതെന്റെ വയറ്റിക്ക് പോയിട്ടോട്ടെ. മഴ പെയ്തപ്പോ തോട് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയില്ലേ? പക്ഷെ ആരും അല്ല ഇറങ്ങില്ലേട്ടാ, മുങ്ങിപ്പോകും. നമ്മൾ സ്കൂളിൽ വരുമ്പോ കുട്ടികൾ ആരെങ്കിലും കാലിട്ടി പൊരയിൽ വീണുണ്ടല്ലോ. നിങ്ങൾക്ക് നീണ്ട അറിയില്ലെങ്കിൽ ആര് വെള്ളത്തിൽ ഇറങ്ങില്ലേട്ടാ, നല്ല താഴ്ചയാണ്, നിങ്ങൾ മുങ്ങിപ്പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓടിപ്പോയിട്ട് ചേട്ടന്മാരോട് പറയണം. അപ്പൊ അവരൊന്ന് രക്ഷിച്ചോളൂ. നീണ്ടാറിയാത്തത് നിങ്ങൾ ഇറങ്ങില്ലേട്ടാ, നിങ്ങൾ അപകടത്തിൽ പെടും. ഇത് കണ്ട, റോട്ടിലൊക്കെ നല്ല തിരക്കാണ്. സ്കൂളിൽ വരുമ്പോ നിങ്ങള് സൂക്ഷിച്ച് റോഡ് ക്രോസ് ചെയ്യണോട്ടാ. അപകടം ഇല്ലാതെ നിങ്ങൾ എല്ലാരും സ്കൂളിൽ പോയിട്ട് വന്നോട്ടാ. ഇനി വീട്ടിലെത്തിയാ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്നറിയോ? ആദ്യം നമ്മൾ ഷൂ എടുത്തിട്ട് പൊക്കത്ത് വെക്കണം. അതെന്തിനാണെന്നറിയോ? ഈ പാമ്പൊക്കെ കയറിയിരിക്കാൻ്റെ അകത്ത്. മഴക്കാലല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പൊക്കച്ച് വെച്ചോട്ടാ. നമ്മള് ബാഗൊക്കെ സൂക്ഷിച്ച സ്ഥലത്ത് കൊണ്ടുവെക്കണോട്ടാ. എന്നിട്ട് നമ്മൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഹോംവർക്കൊക്കെ ചെയ്യണം. അതിന്റെ ഇടയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം. നാളെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് ബുക്കൊക്കെ നാളത്തെ ഉള്ളത് ബാഗിലേക്ക് എടുത്തു വെച്ചിട്ട് എല്ലാരും സുഖമായിട്ട് ഉറങ്ങണോട്ടാ. അപ്പൊ ഈ വർഷം എല്ലാരും അടിപൊളിയാകട്ടെ. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണോട്ടാ.